ഹായ്. അങ്ങനെ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ചൈനയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോലാലംപൂർ ടു ഗുവാങ്ഷു. ടീച്ചർമ്മയുടെ കാഴ്ചപ്പാടിലൂടെ ചൈന കാണാൻ നിങ്ങൾ റെഡിയല്ലേ? നമ്മൾ ഗോങ്ചൂലും അതുപോലെ തന്നെ ബീജിങ്ങിലുമാണ് പോകുന്നത്. അപ്പം നമ്മൾ ട്രെയിനിലും അതുപോലെ നമ്മൾ കാറാണ് ബുക്ക് ചെയ്തേക്കുന്നത് അല്ലേ, ടാക്സിയൊക്കെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്രകളും ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും അറിയാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. കണ്ണമോനെ എന്താ പറയുന്നു? എക്സൈറ്റഡ് ടു സീ ചൈന. നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂഡിൽസ്, പിന്നെ വേറൊരു സാധനം എന്താണെന്നറിയില്ല, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ പിന്നെ ഞാൻ കൊക്കക്കോളയാണ് ഡ്രിങ്ക്സായിട്ട് വാങ്ങിച്ചത്. പിന്നെ വേറെന്താണ്, പിന്നെ ക്രോസൻ്റ്, പീനട്ട്, റോസ്റ്റഡ് പീനട്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു. ചേട്ടൻ റൈസാണ് വാങ്ങിയത്. 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നതാണ്. ചൈനയിലെ ഫുഡൊക്കെ നമുക്ക് എല്ലാമൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നോക്കാം എങ്ങനെ ഇരിക്കും ചൈനീസ് ഫുഡെന്ന്. അങ്ങനെ നമ്മൾ ചൈനയിലെ ഗുവാങ്ഷുവിൽ എത്തിയിരിക്കുന്നു. ഇപ്പം ജസ്റ്റ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം. ഹായ് മക്കളെ, അപ്പം നമ്മൾ ഗോങ്ഷു എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി. ഇനി നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ? ബാ പോവാം. കണ്ണമ്മോനും അമലക്കുട്ടനും വാഷ്റൂമിലേക്ക് പോയി. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പിന്നെ ലഗേജ് വരുന്നത് ബെൽറ്റ് നമ്പർ 46 48 നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഏകദേശം 8.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ 12:05 രാത്രി നമ്മൾ ട്രിവാൻഡ്രത്ത് തിരിച്ചത്. ഇപ്പോൾ ഇവിടെ നാട്ടിലിപ്പോൾ ഒരു 3:45 ആ സമയത്താണ് നമ്മൾ ഗോങ്ഷു എയർപോർട്ടിൽ എത്തിച്ചേർന്നേക്കുന്നത്. ഗോങ്ഷു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഏത് ഫ്ലൈറ്റാണ് അത്? ചൈന സദേൺ. സൂം ചെയ്ത് കാണിക്കാം. എനിക്ക് ചൈന സദേണിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ ഏതാ? സൗദി അറേബ്യയുടെ ഫ്ലൈറ്റാണ് ആ പച്ച കളറിൽ കിടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ അറൈവൽ കാർഡ് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ആളുകളൊക്കെ അറൈവൽ കാർഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊടുത്തേക്കുന്ന ATM മെഷീൻ പോലത്തെ മെഷീനിൽ നിന്നാണ് നമ്മൾ അറൈവൽ കാർഡ് എടുക്കുന്നത്. അപ്പോൾ അവർ അറൈവൽ കാർഡ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അറൈവൽ കാർഡ് എടുത്തെങ്കിൽ നമുക്ക് ആ ഒരു ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതേ നമ്മുടെ ചൈന സദേണിൻ്റെ ഫ്ലൈറ്റ് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് കാണുന്നത് വലിയൊരു സന്തോഷമാണല്ലേ. യെസ്, ഇതാണ് ഗോങ്ഷു എയർപോർട്ട്. വേറെ ഏതോ ഒരു ഫ്ലൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ചൈനയിലിപ്പോൾ കാൻറ്റോൺ ഫെയർ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് എയർപോർട്ടിൽ. ഇപ്പോൾ ഈ അറൈവൽ കാർഡ് എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയമെടുത്തു. ഞങ്ങൾ 5 പേർക്കുള്ള അറൈവൽ കാർഡ് എടുത്ത് വന്നപ്പോൾ തന്നെ ഒരുപാട് സമയമെടുത്തു. അറൈവൽ കാർഡൊക്കെ സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ പെട്ടി കളക്ട് ചെയ്യാനായിട്ട് പോവാം. ലിക്കർ ആൻഡ് ടൊബാക്കോ ഷോപ്പ്. ഇവിടെ 7-Eleven ഒരു ഷോപ്പ് കണ്ടു. നമ്മൾ UK പോയപ്പം അവിടെ ഉണ്ടായിരുന്നു 7-Eleven ഷോപ്പ്. അത്യാവശ്യം വില കുറവിൽ തന്നെയാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ലോങ് ജേണി യാത്രയൊക്കെ ചെയ്ത് ആകെ തളർന്നിരിക്കുകയാണ്. ഇനി ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ഗോങ്ഷുവിൽ കറങ്ങാൻ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്തിട്ടില്ല. ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ചൈന. ഇത്ര ഡെയിലി ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എയർപോർട്ടിൽ നിന്ന് വെളിയിലിട്ട് ഇറങ്ങിയപ്പോഴേ ദേ നിൽക്കുന്നു വാഴ. അങ്ങനെ വാഴയൊക്കെ കണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോങ്ഷുവിൽ എത്തിച്ചേർന്നു. ഗോങ്ഷുവിൽ എത്തുമ്പം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ സർപ്രൈസ്. പറഞ്ഞോളൂ, ആരാണ്? ടീച്ചറുടെ സ്റ്റുഡന്റ്, പ്ലാറ്റിനം സ്റ്റുഡന്റ് ആണ്. പേര് അതിര. ഇപ്പൊ എത്ര 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്? അതെ, 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മക്കള് 2 പേര്. രാത്രിയിൽ നമ്മൾ ആതിരയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നല്ല ഭംഗിയുള്ള ബൊക്കയല്ലേ.
ആതിര നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് 1-to-1 സെഷനിൽ ആളോട് സംസാരിക്കുമ്പോഴാണ് ശരിക്കും ചൈനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയുന്നത്. അതുവരെ ചൈന എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു രാജ്യം ആയിരുന്നില്ല. അപ്പോൾ നാട്ടിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് സാധനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ആണ് പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെയാണ് പറഞ്ഞത് അങ്ങനെയല്ല ടീച്ചർ, ചൈനയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. അങ്ങനെ നമ്മളൊരു ബിസിനസ് പർപ്പസിന് കൂടെയാണ് ചൈനയിലേക്ക് പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ വഴിയെ പറയാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചൈനയിലെ വഴിയോര കാഴ്ചകൾ കണ്ടാലോ. അമേസിംഗ് ആണ് കേട്ടോ ചൈന സൂപ്പറാണ് കേട്ടോ. രംഗത്തിലൂടെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇതൊക്കെ പോയപ്പോ അവരിങ്ങനെ പറയണ്ടായിരുന്നു, റോഡിൻ്റെ സൈഡിലുള്ള ഭിത്തിയിലൊക്കെ സൗണ്ട് പ്രൂഫ് ചെയ്തേക്കുന്നുണ്ടോ, തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് നോയിസ് ഡിസ്റ്റർബൻസ് വരാതിരിക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സ്കൂട്ടർ ഉണ്ട് ഇങ്ങനത്തെ. അത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കോ, പണ്ടത്തെ നമ്മുടെ ഓല സ്കൂട്ടർ പോലെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ സ്കൂട്ടർ എടുത്തോണ്ട് പോവാം, സൈക്കിൾ എടുത്തോണ്ട് പോവാം. ചൈന ആൾക്കാർ ഭയങ്കരമായിട്ട് സൈക്കിൾ ചെയ്യാറുണ്ട്. കാരണം ഈ നടക്കുന്നതിന്റെ ഒരു വേറൊരു ഇതാണ് സൈക്കിളിങ്. അപ്പൊ ഇപ്പൊ പിന്നെ കുറച്ചും കൂടെ എന്താ വെച്ചാൽ ആൾക്കാർ കുറച്ച് മടിയന്മാരായിട്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിറയെ സൈക്ലിംഗ് ചെയ്യായിരുന്നു. അമ്പരചുംബിയായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ചൈനയിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ള സൈക്കിളുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളത് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഡാൻ അപ്പാർട്ട്മെൻറ്റിലേക്ക്. വളരെ ഭംഗിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ആതിരയും മനോജും നമുക്കുള്ള സ്റ്റേ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് നമ്മുടെ ഡാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാഴ്ചകൾ കാണുമായിരുന്നു. 22 നിലകളുള്ള വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഹോട്ടൽ റൂമിനെക്കാട്ടിലും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രിഫർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഹോട്ടൽ റൂമിനെക്കാട്ടും കുറച്ചും കൂടെ സൗകര്യമുണ്ട്. ഇതിൽ 2 ബെഡ്റൂമും പിന്നെ നമുക്ക് ഒരു കിച്ചണും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പം തന്നെ അതിര ഇവിടെ വന്ന് കണ്ട് ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും വളരെ ശരിക്കും നമുക്ക് ചൈനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. കാര്യം ആതിരയും ഫാമിലിയും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടതായിട്ട് വന്നില്ല. ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടെ നമ്മുടെ ഓരോ സ്റ്റുഡൻസും നമുക്ക് വേണ്ടി അത്രയും സഹായങ്ങളാണ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. അല്ലല്ല നോർത്ത് ഇന്ത്യനാണ് ഫുഡ്, നിങ്ങൾക്കുള്ള ഫുഡ്. കാരണം നിങ്ങൾ ഉച്ചയ്ക്ക് വിശന്നിട്ടായിരിക്കില്ല റെസ്റ്റോറൻറ്റിൽ കൊല്ലം കൊണ്ടുപോയാലോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ, ഹസ്ബൻഡ് പറഞ്ഞു അയ്യോ അത് അവർക്ക് പോയി ഭയങ്കര ടയേർഡ് ആണെങ്കിലോ, അതാണ് നല്ലത്, കുറച്ചൊന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് ഇതാക്കാലോ. അതെ അതെ. ഇതെന്തോടാ ഇത്? ഐസ് ഇട്ട് വെൽക്കം അല്ലേ? ഇതെന്തോ സാധനം? ഇതല്ലേ, ഇത് നമ്മുടെ 1610 നമ്മുടെ. ഇനി നമുക്ക് നമ്മുടെ ഒരു റൂം ടൂർ കണ്ടാലോ. അപ്പോൾ 2 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കയറി വരുമ്പോഴേ അതേ ലെഫ്റ്റ് സൈഡിൽ സെറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടീപ്പോ ഉണ്ട്, അതുപോലെ ഒരു TV യൂണിറ്റ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ബാൽക്കണി കാണാം. എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാൾ പെയിൻറ്റിംഗ് ഉണ്ട്. ചെറിയൊരു കിച്ചണുണ്ട് കേട്ടോ. വളരെ വളരെ ചെറിയൊരു കിച്ചണാണ്, പക്ഷെ നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. കിച്ചണിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് വന്നിട്ട് അവനുണ്ട്, പിന്നെ അതുപോലെ ഫ്രിഡ്ജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു കോഫി മേക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടീയോ കോഫിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ചെറിയൊരു ഡൈനിങ് ടേബിളുണ്ട്. 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിളാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത്. ഒരു TV യൂണിറ്റ് ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കർട്ടൻ്റെ ഇടയിലൂടെ കുറച്ച് കാണാം നമുക്ക് ചൈനീസ് കാഴ്ചകൾ.
അതുപോലൊരു ചെയറുണ്ട്, നമുക്ക് ആ ടേബിളിൻ്റെ മുകളിൽ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണിത്. ഇതിൻ്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ, അമ്പരചുംബിയായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ആ ഇടത് സൈഡിൽ കൂടെ റോഡിലൂടെ എറുമ്പഴയുന്നത് പോലെ കാറുകൾ പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പിന്നെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ഇവരാരും ഉറങ്ങിയില്ല. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഫ്ലൈറ്റിൽ ഞാൻ അത്ര ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് കിടന്നു, 1 മണിക്കൂറൊന്നും ഉറങ്ങി, ഒന്ന് നടുനൂക്കുക എന്ന് പറയുന്നത് നടുനൂത്ത്. പിന്നെ നമ്മൾ 6 മണിക്ക് പിന്നെ മനോജ് നല്ല പേര്, ആതിരയുടെ ഹസ്ബൻഡ് കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് പുറത്തേക്ക് വന്നു. വളരെ അമ്പരചുംബിയായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്. അത് എനിക്കൊന്ന് 22 നിലയെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, 22 അതിൽ കൂടുതലോ ഉണ്ടാവാനേ സാധ്യതയുള്ളത്. അപ്പുറത്തേക്ക് കാണിച്ചു കൊടുത്തേ മോനെ, ആ സൈഡൊക്കെ എല്ലാം അമ്പരചുംബിയായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യണം. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങിയിട്ട് ഇന്ന് ആതിരയുടെ വീട്ടിലാണ് നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആതിരയുടെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓരോ വിശേഷങ്ങളായിട്ട് വഴിയെ പങ്കുവയ്ക്കാം. ചേട്ടൻ എന്താ പറയാനുള്ളത്? വളരെ എന്താ പറയുക, നല്ല റഷാണ് കേട്ടോ. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റഷാണ്. മാത്രമല്ല പക്ഷേ ഡിസിപ്ലിനാണ് എല്ലാം അല്ലേ? അതെ അതെ, നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള കാറ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കാറിലേക്ക് കയറാം. നമ്മൾ ആദ്യം കാൻറ്റോൺ ടവർ കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാൻറ്റോൺ ടവർ ഓൾറെഡി ഞാൻ ഷോർട്സിൽ ആ വീഡിയോസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സോമർസെറ്റ് റിവേറ എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആതിരയുടെ ഫ്ലാറ്റിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആതിരയുടെ ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ലോഞ്ചുണ്ട്. നല്ല ഒരു പടം. ബേബീസ് ക്ഷീണിച്ചോ? അമ്മൻ്റെ പകുതി ഉറക്കത്തിലാണ്. ഹായ്. അറിയോ 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 ആരാ? എന്നാ പറ, ആരാ? ടീച്ചർ അമ്മ. ഹായ്. അതി നാട്ടിലെ കുറച്ച് സാധനങ്ങൾ, നാട്ടിലെ കൊറേ സാധനം കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ എന്തെങ്കിലും എവിടെയാ? ആ ഓക്കെ. നല്ല വൈബുള്ള അപ്പാർട്ട്മെന്റ് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ, ഈ ബൈക്കില്ലേ സ്കൂട്ടർ പോകുന്നുണ്ടോ? എൻ്റെ ഓർമ്മയുണ്ടേ, ഞങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആകുമ്പോൾ മോന് ലേറ്റ് ആവണം കരാട്ടെ പോകുമ്പോൾ നമ്മൾ ആ നിന്ന സ്ഥലത്തിൻ്റെ അവിടെയാണ്. ഈ സ്കൂട്ടർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 12 മിനിറ്റ്. കാരണം ഇത് ഇതിൽ കൂടെ ഇങ്ങനെ പോവല്ലേ, ഇത് ട്രാഫിക്കിൽ നിൽക്കുന്നില്ല. ആതിരയുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഞാനിങ്ങനെ നടന്ന അപ്പാർട്ട്മെൻറ്റിലെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. നല്ല വൈബുള്ള അപ്പാർട്ട്മെൻറ്റ്. അതുപോലെ ആതിര നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ഓഫ് എന്താ പറയുക ഡിഷസ് തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എഗ് റോസ്റ്റ്, പറാത്ത, അപ്പം, റൈസ്, ഫ്രൈഡ് റൈസ്, പിന്നെ ഫ്രൂട്ട്സ് എന്ന് വേണ്ട കട്ട്ലറ്റ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. ആതിരയുടെ വീട്ടിൽ ആതിരയുടെ ഫ്രണ്ട് ഐഷയും ഫാമിലിയും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ബാൽക്കണിയിലിരുന്ന് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ടീനേജേഴ്സ് ക്ലാസ് എടുക്കണമായിരുന്നു. ക്ലാസ്സൊക്കെ എടുത്ത് ഇനി നേരെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. നമ്മളെ ഓർഡറുമായിട്ട് നമ്മളെ റോബോട്ട് വന്നിരിക്കുന്നു. ഹായ്. ഇതെങ്ങനെയാ? ഓപ്പൺ. ഇവിടെ റോബോട്ടാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ ആയി വരുന്നുണ്ട്. നമുക്ക് വെള്ളക്കുപ്പി താഴെ ഓർഡർ ചെയ്തപ്പോ റോബോട്ട് വെള്ളക്കുപ്പിയായിട്ട് വന്നു. എനിക്ക് കോൾ വന്നിരുന്നു, അപ്പം കോൾ വന്നിട്ട് പറഞ്ഞു നമ്മളെ ഓർഡർ വന്നിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ആയി. താങ്ക് യു റോബോട്ട്. ഇനി റോബോട്ട് ഫോണായിട്ട് എടുക്കാം.
ലിഫ്റ്റ് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നു കേട്ടോ. ലിഫ്റ്റ് വന്നു തന്നെ തുറന്നു കയറുന്നു.